അപ്പോൾ പ്രവർത്തികൾ ഇപ്പം അഖിലയ്ക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ അഖില B2 എക്സാം കഴിഞ്ഞപ്പോൾ B2 എക്സാമിൻ്റെ ഒരു മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ 3 പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൾ തോറ്റുപോയി. അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി അഖില നല്ല ബ്രില്യൻ്റാണ്, റാങ്ക് ഹോൾഡർ ആയിട്ട് വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ്, നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ B2 ആദ്യം ജയിച്ചെങ്കിലും പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ 3 പ്രാവശ്യം തോറ്റുപോയി. 3 പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത്. അവളുടെ കൂടെ എഴുതിയിരുന്ന് അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച്. അപ്പോഴവൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരൻ നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ് എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട്. അപ്പോൾ അഖില അവളോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യണത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ്. അപ്പോൾ അവൾക്ക് അഹങ്കാരം ആത്മവിശ്വാസമില്ല. ഇവൾക്ക് അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവൾക്ക് അമ്മയിലാണ് വിശ്വാസം. അമ്മയോടുള്ളതുപോലെ തുറന്നു പറയും, ഞാൻ ഗതികെട്ട ആളാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, നീയാണ് എൻ്റെ കൂടെ വരേണ്ടത്, നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത്, നീയാണ് എന്നോട് സംസാരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്രയും കമ്മ്യൂണിക്കബിളാണിത്. കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം. എപ്പോഴും വയറ്റിപ്പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയറ് മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും. നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഓർത്തെക്കണം പ്രാർത്ഥിക്കുമ്പോൾ, അല്ല വയറിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കരുത്. അത് അനുസരിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി. വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരത്തിയുടെ കൂടെ കിട്ടിയത്. ചെറിയൊരു വിശ്വാസം ആയോന്ന് നമുക്കറിയത്തില്ല. വിചാരമുണ്ട്, കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അതെടുത്തേക്കാം, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത്. പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഒടുങ്ങാൻ അതെടുത്തേക്കാം, ഉടമ്പടിയാണ് എന്ത് തടിയായാലും എടുത്തേക്കാമെന്ന് വിചാരിക്കും. അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാൽ കിട്ടില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മറ്റുള്ളവരെടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത്. ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കാൻ. ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട്? ഇല്ല, സംസാരിക്കത്തില്ല. അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത്, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. റോമ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പരിപാടിയായി. വ്യത്യസ്തമായ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യണില്ലേ? കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത്.
ചില ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ട് ചെയ്യും. തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ, തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക. അതിനെ വായുനാറ്റം എന്ന് പറയണത് മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വായുനാറ്റം ഉണ്ടാകും. വായുനാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കെന്നെന്താ? വാക്ക് എവിടുന്നാണ് വന്നത്? വാക്ക് ഈ കഴുത്ത് ഒന്നും ചെയ്യത്തില്ല. ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകണത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം ചുരുക്കിട്ട് ഹല്ലേലൂയ ലൂക്ക 6:45. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. എന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്? ഈ ദ്വയാർത്ഥം പറയുന്നവരും തെറി പറയുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും സെക്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വായിൽ നിന്ന് ഇതുപോലുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൈബിൾ ഇതൊന്നും വകവെച്ച് തരത്തില്ല. എന്താ കാര്യം? സത്യദൈവം അങ്ങനെയാണ് വിഷയം. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്തെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം, അതുപോലെ തന്നെ ഒരു സംഭാഷണം, അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ്. മറ്റു പല ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂദാശ സംവിധാനങ്ങൾ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും. അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താണ്? തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താ കാര്യം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരികയാണ്, കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത്. കമ്മ്യൂണിക്കേഷനിൽ വന്നുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന. ഇപ്പം തന്നെ അവളുടെ പേരെന്നാ രേഖയുടെ പ്രശ്നം എന്താ? രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രേഖയുടെ പ്രശ്നം എന്താ? രേഖ തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ്. വറച്ചട്ടി എന്ന രീതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ്. ആദ്യമേ തന്നെ അപ്പർ ഉപേക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ. പിന്നെ അമ്മയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവാണെങ്കിൽ ഭയങ്കര കുടിയനാണ്. അപ്പം കുടിക്കുകയും ചെയ്യും, വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും. ഇവൾ അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ്, പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട്. കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു മാന്യതയൊന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട്. അമ്മമാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മോന്ത തെളിയണില്ല എന്നുണ്ടെങ്കിൽ അപ്പം അടിച്ച് തെളിക്കാൻ നോക്കും മോന്ത. അതാണ് വിഷയം. അത്രയും വികടനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് രേഖയുടെ സങ്കടങ്ങളെന്ന് പറയണത്. ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പിടിച്ച് വെളിവില്ലാതെ അയാൾ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു, അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു.
അപ്പോൾ അത് പക്ഷെ അങ്ങനെ ചെയ്യണ ആളാണ്, ഭ്രാന്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണ ആളാണ്. അപ്പോൾ അവൾക്ക് പേടിയായി. അവൾ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങനെ പോയൊരു വാടകയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, അപ്പനില്ലാതെ വളർന്ന് ഇപ്പോൾ കൊണ്ടായ ഭർത്താവ്, അപ്പനില്ലാതെ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടാരത്തെ കിട്ടണ്ടേ? അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത്. അപ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കണം, ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് ഒരു നമ്മളെത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല. അതൊരു പ്രശ്നമാണ്. ഒരാളിന് ഇപ്പം നമ്മൾക്ക് പണമില്ല, നമ്മൾ പാവപ്പെട്ടവരായിട്ടൊക്കെ ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല. മനസ്സിലായില്ലേ? കാര്യം ദൈവം സഹായിക്കണ പാവപ്പെട്ടവരോ പണക്കാർ നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കണത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കണത്. എപ്പോഴും നാം മനസ്സിലാക്കണം, ഞാൻ പാവപ്പെട്ടവളാണ്, ദൈവം എന്നെ സഹായിക്കും. ആര് സഹായിക്കാൻ? കിഴക്കോട്ട് നോക്കിയിരുന്നാൽ മതി. ആദ്യം നിങ്ങൾ മനസ്സ് ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി, രോഗികളാണെന്ന് ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല. സ്വർഗം പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം സൈന്യം തന്നെ വയനാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പുറത്തെ കരയിലേക്ക് പോയി ആൾക്കാർ വല്ലവരും ഉണ്ടാകുന്ന ഇങ്ങനെയും കുടുങ്ങി കിടക്കൊണ്ടാന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല. ഒരു ദിവസവും 36 മണിക്കൂർ കൊണ്ടാണ് അവർ വേലിപ്പാലം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത്. ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി, ആ പാലം വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ. പാവപ്പെട്ടവളാണ്, ചത്ത് കിടക്കുകയാണ്, മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. പാല വിട്ട് വരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഈശോ എന്താ പറയണത്? അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഒരുങ്ങിയിരിക്കാൻ ഞാൻ എപ്പോഴും പറയും. ഇവർ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മളുടെ വ്യത്യാസം എന്താ? ഇപ്പം ദുരന്തം ഉണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അവരെന്താ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെല്ലെന്തായിരുന്നു? അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും. ഞാൻ നേപ്പാളിലെ ഒരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു. എന്തൊരു സംഗീതമാണ്, എന്തൊരു പച്ചപ്പാ, എന്തൊരു നീലപ്പാ, എന്തൊരു നീല ജലാശയം, എന്തൊരു വെള്ളിമേഘങ്ങളാണ്. എല്ലാം ഇങ്ങനെ മേഞ്ഞെടുക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം. എപ്പോഴാണ് ഈ കുന്തറാണ്ടം ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീഴെന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്. ലോകമാണോ ഞെരുക്കം ഉറപ്പാണ്. ലോകത്തിൽ സന്തോഷം ഉള്ളതുപോലെ മൂക്കിൻ്റെ അവസ്ഥയാണ്. മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും. നാറ്റമാണല്ലോ. ഇത് രണ്ട് മൂക്കല്ലേ പറയണത്, ഇല്ലേ? ഹായ് നല്ല സ്മെല്ലെന്ന് പറയുന്നത് മൂക്കാണ്. എന്തൊരു നാറ്റം എന്ന് പറയുന്നത് മൂക്കാണ്. ഇതാണ് വിഷയം. അപ്പോൾ ഈ നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട്. വിവേകമുണ്ട്. പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്താണ്? വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വന്നത്. ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മാത്രമാണ്. ഒരേ ദിവസം ഇൻ്റർവ്യൂ ആണ്. മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണ്. അതായത് കാരണം 3 ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം 3 മണിക്കൂർ ഇടപെട്ട് വെച്ച്. അതവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ്. ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അത് വേറെ ഏത് പ്രോജക്റ്റ്, ഏത് സംവിധാനത്തിൽ സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ്, അവർ പ്രോബ്ലംസ് ആർ സെറ്റ് ഇൻ ടു ദി കവനൻ്റ് പ്രോജക്റ്റ് വിച്ച് ഈസ്
പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി. അവിടെ വിഷയം വരുന്നത്, അതായത് നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന, ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ്? മരിയ സ്പിരിച്വാലിറ്റിയിലാണ് അത് പവർ ചെയ്യണത്. മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ കോംപ്രമൈസബിളാണ്. അവർക്ക് എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല. അമ്മ അവിടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും. കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ. അതാണ് വിഷയം എന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം. അത് അപ്രതിരോധ്യമാണ്. പിന്നെ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ്. എന്താ കാര്യം? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭ എടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലണത്. അപ്പം നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റും മരിയം മീഡിയേഷനേക്കാളും ഈ കൃപാസനം മരിയം മീഡിയേഷൻ പവർഫുൾ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കാര്യങ്ങൾ ചെയ്യുന്ന മാതാവിന്റെ മധ്യസ്ഥത്തിന് പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പോൾ രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അഹങ്കാരമുണ്ട്. അവിടെ അഹങ്കാരം തന്നെ കണ്ട അഖിലൊക്കെ ഉണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട്. രേഖ അഹങ്കാരം എന്താ? എന്നാത്തിനാ വീട് ആൾക്കാർ പറയും വീടൊന്നും വെക്കണില്ല, 2 പെൺകുഞ്ഞുങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളല്ലേ, 3 പെൺകുഞ്ഞുങ്ങളല്ലേ, വീടൊന്നും വെക്കണില്ലേ ചോദിക്കുമ്പോൾ എന്നാത്തിനാ വീടെന്ന് ചോദിക്കും. അല്ല കാര്യമുണ്ട്, അതിൻ്റെ അത്ര അഹങ്കാരമുണ്ട്. അത് നമ്മൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കബിൾ അല്ല, ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ്, ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും. ഇന്നലെ ഈ ആഴ്ചയിലൊരു സാക്ഷി ഉണ്ടായിരുന്നു. അവർക്ക് 15 കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് ഉണ്ട്. അവർക്ക് 15 കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ്. MSc ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ പ്രിയ MSc എടുത്തു കഴിഞ്ഞിട്ട് PhD എടുത്തിരിക്കുകയാണ്. 15 കൊല്ലമായി. കോളേജിൽ കയറേണ്ട ആളാണ്. ഇപ്പോഴും ഇങ്ങനെ PTA ഡെയിലി വേജസിനെ പഠിപ്പിച്ച് നടക്കുകയാണ്. 15 കൊല്ലമായി. ഇപ്പം ഏജ് ഓവറാകാനായി. ഏജ് ഓവറാകാൻ 3 മാസമേ ഉള്ളിനി. അപ്പോൾ ഈ ഏജ് ഓവറാകാൻ 3 മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്നൊക്കെ മനസ്സിലായില്ലേ? 15 കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൾ 15 കൊല്ലത്തിന് മുമ്പ് 10 കൊല്ലം മുമ്പെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ MSc PhD ആയിട്ടുള്ള ആൾക്കാർ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് സ്കൂളിലെ. പക്ഷേ കോൾഫോർ ചെയ്യുന്നില്ല, സർക്കാരും കോൾഫോർ ചെയ്യുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിൽ കയറണില്ല. ആകപ്പാടെ ഒരു പകപ്പാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു പോകുകയെന്ന് ചിന്തിച്ച് തീർത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയി. ജീവിതം കയ്യിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക്, ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക്
ദൈവത്തിൻ്റെ കൈയോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാനല്ലയോ കരയുന്നതെന്തിനു നീ കരുതുന്നവൻ, ഞാനല്ലയോ കരയുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഇപ്പം 3 പേരുടെ ലൈഫും ആ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥകളും അവരുടെ മെൻ്റൽ സ്റ്റേച്ചറും സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. തന്നെയല്ല, ഒരു 3000 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരാശി പരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. വാഗ്ദാനപ്പെടാവ് എന്നുള്ള കോൺസെപ്റ്റ് തലമുറകളിലൂടെ ദൈവം പരീക്ഷിച്ച് അവസാനം 2016 അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് ഷൂട്ടാണ് അത്രക്ക്. പക്ഷേ ഇത് ഇൻഡാക്ട് ചെയ്യുമ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഫുൾനെസ് ഉണ്ടാകണം. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ധ്യാനം കേൾക്കണം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണത്. അപ്ഡേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഉടമ്പടി ധ്യാനം ശ്രദ്ധിച്ച് അതിൻ്റെ മെക്കാനിസം പഠിക്കണം. അല്ലാതെ കരിസ്മാറ്റിക് ധ്യാനം കേൾക്കണ പോലെ ഉടമ്പടി ധ്യാനം കേൾക്കരുത്. ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡൂയിങ് തിയോളജിയാണ്, അല്ലാതെ ഒരു ക്ലാസ് റൂം തിയോളജി അല്ലത്. അത് നമ്മൾ ഒരു ചെയ്വനയിലാണ് അത് എങ്ങനെ അത് ഈ നമ്മൾ അതായത് ഈ വിഷയം നമുക്കറിയാം. ഉടമ്പടി തന്നെ പറയുന്ന കമാൻഡ് എന്താണ്? ഈശോ കവനൻ്റെ ഫോർമുലയിൽ പറയണത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അതാണ് കുർബാന, കവനൻ്റാണ്, അത് ചെയ്യണേ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പണ്ടൊക്കെ കോസ്റ്റ് ഒരു പള്ളിക്ക് 100 കോടി ഒരു കോടി രൂപയെങ്കിലും വേണം. ചെറിയൊരു ചാപ്പൽ ചെയ്യാൻ 1 കോടി രൂപ വേണം. ഒരച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ 10-25 ലക്ഷം രൂപ വേണം. കപ്പേന് ശമ്പളം കൊടുത്ത്, വലിയ ശമ്പളം ഇല്ല പാവപ്പെട്ടവന്, എല്ലാ കപ്പേന്മാർക്കും ചെറിയൊരു ശമ്പളം സ്റ്റൈഫൻ്റാണ് കിട്ടണത്. ഇത് എനിവേ ഈ സംവിധാനമൊക്കെ ഒരുക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണം. ഒരച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ 13 കൊല്ലം വേണം. എന്നാൽ മാത്രമേ ഈ മെമ്പർ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മെമ്പർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്യൻ സഭയിലുള്ളത്. യൂറോപ്യൻ സഭ മെമ്മറി ചെയ്യാൻ ആളില്ലാത്തൊരു കാലം ചിലപ്പോൾ ഇനി വരാം, ഇവിടെയും വരാം. അപ്പോഴും ആരെങ്കിലും ഇല്ലാതിരിക്കത്തില്ല. ആദിമസഭയിൽ അപ്പോസ്തലന്മാർ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 12 സ്ഥലത്ത് പോകുമ്പോഴും കുർബാന ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ജനങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയണത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഇല്ലേ, എല്ലാവർക്കും അറിയാവുന്ന പറയണത്. അപ്പോൾ പാപത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല കോൺഷ്യസ് ഉണ്ടെന്നാണ്. ആദിമസഭയിൽ ഈ 10,000 അച്ഛന്മാരെ വെച്ച് 10,000 പള്ളി വെച്ച് നടന്നിട്ടും പാപത്തിൻ്റെ കുറിച്ച് കോൺഷ്യസ് ഇല്ലല്ല. അതിലെ കുഴപ്പം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞേ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കോമൺ ലൈറ്റിക്ക് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാമെന്നാണ് പറയണത്. കളിയാണ്. സാധാരണ മനുഷ്യർക്ക് പോലും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാം. എന്തൊക്കെയാണത്? അവ
വ്യഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഒരു കവനിലേക്ക് വരുമ്പോ ഒരു വിശുദ്ധി, നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട് തറയെന്ന് പറയണത്. ഇതിനകത്ത് ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു. ജഡത്തിൻ്റെ വ്യാപാരത്തിൽ ഒരു സാധനം, ആ മാത്സര്യം പറഞ്ഞില്ലേ, കോപം മാത്സര്യം എന്ന് പറയുമ്പോഴേ താരതമ്യ പഠനത്തിൽ നിന്നാണ് മത്സരം വരണം. മത്സരം എന്ന് പറയുന്നത് എന്താണ്? താരതമ്യം. അതാണ് ഞാൻ അത്ര മോശമല്ല. അപ്പം കൂട്ടുകാരുമായിട്ടൊക്കെ മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാനത്ര ഹാപ്പിയൊന്നുമില്ല സാക്ഷ്യത്തിൽ. എന്താ കാര്യം? ഈ പണ്ടാരം സാക്ഷ്യമെല്ലാം പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മനസ്സിലെന്തായിരിക്കണം നമുക്കറിയാമോ? ഇവിടുന്ന് പറഞ്ഞ് പോയി ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ പള്ളിയില്ല, പട്ടക്കാരനുമില്ല, പിന്നെ കൂട്ടുകാരുമായിട്ട് പിന്നെ അവരുടെ റിലേ പോയി നടക്കുന്ന ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, കർത്താവ് 90 ദിവസം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണില്ല, ഇത് ഉടമ്പടിയാണ്, അല്ലാതെ എന്തെങ്കിലും കൊണ്ടൊന്ന് വോട്ട് ചെയ്തിട്ടും പോണ പരിപാടിയല്ല. ചിലർ വോട്ട് ചെയ്യണ പോലെ ഉടമ്പടി ചെയ്യണത്. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടും പോകും, എന്നിട്ട് തോന്നുന്ന പോലെ ജീവിക്കും. അഖിലയുടെ പ്രശ്നം എന്താ? അഖില എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് പിന്നെയും തോറ്റത്? ഉടമ്പടി എടുത്തിട്ടും പിന്നെയും തോറ്റ് ബീറ്റുവിനെ, പിന്നെയും ഉടമ്പടി പുതുക്കി പിന്നെയും തോറ്റ് ബീറ്റുവിനെ. എന്താ തോറ്റത്? അവളുടെ ഈ ഉടമ്പടി എടുത്ത കൂട്ടുകാരത്തി മാതാവിനെ കെട്ടിപ്പിടിച്ച് കരയണത് കണ്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടത് കൃപാസനം മാതാവിന് ആയതുകൊണ്ട്, എന്നാൽ ഞാനും കൂടി പോയി വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവൾ വോട്ട് ചെയ്യാൻ വന്നതാണ്. ഉടമ്പടിക്കാൻ വന്നതല്ല, മാതാവിന് വോട്ട് ചെയ്യാൻ വന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? പത്രം എന്ത് ചെയ്ത്? പത്രം അവിടെ തന്നെ വെച്ച്. ഇന്നലെ ഞാനൊരുത്തിനെ ഇറക്കി വിട്ട്. കാരണം അവിടെ എന്തോ കരഞ്ഞോ കൂവിയ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊരു പിഴയാണല്ലോ പരിപാടിയെന്ന്. അപ്പോൾ ഉടനെ ഞാൻ ചീട്ടെടുത്ത് നോക്കിയപ്പോൾ 15 ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അച്ഛനെ കാണാനുള്ള ചീട്ട് അവളെ ഇവിടെ നിന്ന് ഒപ്പിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചായി. ഞാൻ പറഞ്ഞു, നിൻ്റെ പത്രം തേനി, നിൻ്റെ പത്രം ഇരിപ്പുണ്ട്, അലമാരി വെച്ചിരിക്കണേ, പൂട്ടിയിരിക്കുക, എന്നെ കളാൻ മതിരിക്കുക, ഇറങ്ങി പൊഴിയെന്ന്. അപ്പം അതിനെ പൊക്കി വിട്ട ഭർത്താവിനും ഭാര്യനെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരിക്കും ചെയ്യണേ. ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് തീക്ഷണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്തിയായിട്ടുള്ള മക്കൾ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി കൊണ്ടുപോയി 3 ദിവസത്തിന് പത്രമെല്ലാം കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ഇവളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്ക് അറിയാവുന്നവർക്ക് കൊടുക്കണ്ടേ, അറിയാൻ പാടില്ലാത്തവർ കൊടുത്താൽ അവർ വല്ലതും എന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നീ ആരാണ്? നിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഇത് കണ്ട ഈ കിടപ്പ് കണ്ടല്ലേ, ഇതിങ്ങനെ ഈ 3 മണിക്കൂറാണ് ഈശോ ആ വഴിയരികി കിടന്നത്, ഇങ്ങനെ ചണ്ട നദയിൽ കിടന്നത്. അപ്പം കർത്താവിന് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യാവുന്നുണ്ടെങ്കിൽ നിനക്കെങ്ങനെയാണ് ഈ അഹന്ത വരണത്? ആദ്യ ഉടമ്പടി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കേമന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചാൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? എന്നെ തന്നെ എന്തുമാത്രം പരസ്യമായിട്ട് ആക്ഷേപിച്ചിരിക്കണം. എൻ്റെ സഭാ സംവിധാനങ്ങളിൽ നിന്ന് കൂട്ടായിട്ട് എന്നെ ആക്രമിച്ചുള്ള ചരിത്രമുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെല്ലാം കൈയടിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. ഞാൻ എൻ്റെ അച്ഛന്മാരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാനൊന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? കർത്താവ് കൂടുതൽ ഫലം കായ്ക്കുന്നതിന് കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് വെട്ടി ഒരുക്കണത്
കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെട്ടിയൊരുക്കേണ്ടത്. നാട്ടുകാർ വെട്ടിയൊരുക്കുന്നത് രണ്ടാമത്തെ കേസാണ്. കുടുംബത്തിൽ നിനക്കൊരു ശാസന വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ശാസന നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു ജന്മന അന്ധനാണ്. ജന്മന അന്ധനല്ല, ബധിരനുമാണ്. കേൾക്കാനും പാടില്ല, കാണാനും പാടില്ല, സംസാരിക്കാനും പാടില്ലാത്ത. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന പോലെ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ മാതാവിനെ പോലെ മിണ്ടാണ്ടിരിക്കുക. എന്താ കാര്യം? മിണ്ടാതിരിക്കണത് എന്തുകൊണ്ടാണ്? ഹൃദയത്തെ സംഗ്രഹിക്കുക. ഹൃദയത്തിലിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ദൈവത്തിലേക്ക് കൈമാറി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. എൻ്റെ അച്ഛനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് ആക്ഷേപിച്ചപ്പോൾ എൻ്റെ അരികിലിരുന്ന ഒരു സീനിയർ പീസറിന് പറഞ്ഞു, യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡിഫെൻഡ് യുവർ സെൽഫ്, ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ് നോ 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 മോളിൽ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താണ്? എനിക്ക് പട്ടം തന്ന ആൾ വേറെ ഉണ്ടല്ലോ, അയാളെപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് മരണമില്ലല്ലോ, അയാളല്ല സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ അച്ഛന്മാരെ പറഞ്ഞു, ഇപ്പം കിട്ടിയില്ലേ, കള്ളത്തരമാണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴല്ല, 2008 മുമ്പെന്ന് ഓർക്കണം. ഞാനന്ന് കൊച്ചച്ഛനാണെന്ന് ഓർക്കണം. ശുശ്രൂഷയൊക്കെ തുടങ്ങി വന്ന കാലത്ത് കിട്ടിയ വെട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കർത്താവ് കരുതിക്കൊണ്ട് വെട്ടിയതാണ്. എന്നെ ഒതുക്കി കളഞ്ഞെന്ന് പറയാം ശരിക്കും. എന്നിട്ട് ഞാനത് മനസ്സിലാക്കി സൗമ്യതയോടെ, കർത്താവ് എന്നെ ആക്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഞാൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ കർത്താവ് എന്നെ പിന്നീട് ഒരിക്കലെടുത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയൊരു വ്യക്തിയായി നീ മാറണം. ദൈവപൈതലേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കണം. കാരണം നിന്നെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടെമ്പററി അഫയേഴ്സാണ്. അതൊരു ടെമ്പററി അഫയേഴ്സാണ്. ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് അറ്റ് എനി ടൈം. പക്ഷേ സ്നേഹത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിന് അന്ത്യമില്ല. വിശ്വാസം ദൈവപതിൽ നിന്നിൽ ദൈവം വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി, നിൻ്റെ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ സ്നേഹം ദൈവം ടെമ്പററി അല്ല. ഫെയ്ത്ത് ഇസ് ടെമ്പററി, ബട്ട് വിശ്വാസം എന്നേക്കും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:12. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് സ്നേഹം. വിശ്വാസത്തിൻ്റെ കുഴപ്പം, വിശ്വാസം നീ സാക്ഷ്യം കൊണ്ട് സാധൂകരിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ടെമ്പററി അഫയേഴ്സായിട്ട് മാറും, ലിമിറ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കണത്, വളരണത്. നീയും ദൈവവും തമ്മിലുള്ള സംസർഗവും സംവാദവും ഒക്കെ അങ്ങ് സമൃദ്ധമായി പുലർന്ന് വരണത് നിത്യത വരെ. അതിന് നമ്മൾ സ്വർഗമെന്ന് പറയും. സംവാദമാണ് സ്വർഗമായിട്ട് കൺവേർട്ടാക്കണത്. എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ആക്ടിവേഷനാണ്. അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളുമായിട്ട് വാടക താമസിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കും, മോളെ ഇതൊക്കെ വീടൊന്നും വെക്കണില്ലേ, പിള്ളേരൊക്കെ വലുതാണ്ട്. അപ്പം ഇദ്ദേഹം പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വടക്ക് പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, വടക്ക് ജീവിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതൊരു ആത്മവിശ്വാസമാണ്. പക്ഷെ ആത്മവിശ്വാസം മൂത്ത് ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലേക്ക് അത് വരുന്നു. ഭാവിയിൽ ഇവക്ക് അജ്ഞാനമാണ് അഹങ്കാരത്തിൻ്റെ കാരണം. മനുഷ്യനെ അറിവില്ലായ്മയാണ് ദൈവത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഉള്ള ലിമിറ്റഡ് നോളജാണ് അഹങ്കാരം ഉണ്ടാക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പരിമിതിയാണ് ശരിക്കും. പെട്ടെന്ന് ഇവളുടെ മകള് മരിച്ചു. ചെറിയ കാഷ്വാലിറ്റി ഒന്നുമല്ലേ, ഉമ്മിണി വലിയ കാഷ്വാലിറ്റിയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അവളുടെ മകൾ മരിക്കും. മകൾ മരിച്ചപ്പോഴാണ് വാടകക്കാരൻ്റെ തനിനിറം മനസ്സിലാക്കുന്നത്. വാടകയുടെ ഉടമസ്ഥ മധ്യം പറയും, പിണ ഇവിടെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും, എടുത്തുകൊണ്ട് പോകാൻ പറയും. കണ്ട അവസാനം വർക്കൗട്ട് ചെയ്യണ കണ്ട.
പെട്ടെന്ന് ഇവളുടെ മകൾ മരിച്ചു കഴിഞ്ഞപ്പോഴേ പിണ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇനി ആൾക്കാർ നിങ്ങൾ പിണ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി വാടകക്കാരും വരത്തില്ല, അതുകൊണ്ട് എടുത്തു മാറ്റണം എന്ന് പറയും. പിന്നെ എന്തു ചെയ്യും? എല്ലാവരെയും തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒന്ന് വാടകയ്ക്കൂടെ താമസിക്കണം. പിള്ളേരുമായിട്ടുണ്ട്. എന്നെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെയും ചേട്ടന്മാരുടെ അനിയന്മാർ തിരിഞ്ഞു നോക്കലില്ല എന്ന്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളവിടെ ഇറങ്ങേണ്ടി വന്നിട്ട് ഭർത്താവിൻ്റെ അനിയന്മാരുണ്ടല്ലോ, ഗുണാണ്ടന്മാർ, അമ്മമാരും തിരിഞ്ഞു നോക്കില്ലല്ല. അമ്മയുടെ മുമ്പിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും. തൻ്റെ ഇടം തള്ളലായിട്ട് മാറും. ഇതിനാണ് അഹങ്കാരം എന്ന് പറയണ. ഉടമ്പടി വർക്ക് ചെയ്യാത്ത പാടുണ്ടാകും. എൻ്റെ മക്കളെ, കൈയും കുപ്പി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും കേസ് കെട്ടലാണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഈ വിചാരമുണ്ടല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് റെക്ടിഫൈ ചെയ്യണം, എളിമപ്പെടണം. പെട്ടെന്ന് ഉടമ്പടി പൂക്കണ കാണാം. ഇപ്പം നമ്മൾ ചില ആൾക്കാർക്ക് മുട്ടത്തോടൊക്കെ ഇട്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്. മുട്ടത്തോട് 200 മുട്ട എടുത്ത് പൊളിച്ച് അതിൻ്റെ തോടെടുത്തിട്ട് ആൾക്കാർ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുപോയി റോസച്ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ്, മുട്ടത്തോട്. അപ്പോൾ അത് റോസ ഇങ്ങനെ വിടർന്നങ്ങൾ നിൽക്കണം, നിറച്ച് പൂക്കളുമായിട്ട്. ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ആരും മുട്ട പിടിക്കാൻ നിൽക്കണ്ടേ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, അവിടെ കണ്ട ഒരു കാഴ്ച പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചില വളങ്ങൾ വരുമ്പോൾ റോസ സാധാരണയേക്കാൾ കൂടുതൽ പൂക്കുന്നുണ്ട്, ഇല്ലേ? ഇതുപോലെയാണ് ഉടമ്പടിയുടെ വിഷയം. ഉടമ്പടി ഇടേണ്ട വളം ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് പൂക്കും. അതിനെന്താ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തുള്ള കെടുവളമൊക്കെ ആദ്യം എടുത്ത് മാറ്റും നമ്മൾ, അല്ലേ? പഴയ വളമൊക്കെ, ചെടി ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കുറച്ച് വേസ്റ്റ് കെടുവളമില്ലേ, അതൊക്കെ എടുത്ത് മാറ്റും. കെടുവളത്തിൽ ഒന്നാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അതങ്ങനെ കിടക്കല്ലേ, അതിങ്ങനെ വർഷങ്ങൾ കിടക്കുകയല്ലേ. ഒരു കാര്യം, തെണ്ടിത്തിരിഞ്ഞ് വളരെ വിഷമം പിടിച്ച സാഹചര്യത്തിൽ ജീവിച്ചിട്ട് ശമ്പളമുണ്ട് കയ്യിൽ, അതുകൊണ്ട് ആരും ഇങ്ങോട്ട് അഭ്യാസത്തിന് വരണ്ട, എനിക്കും മക്കൾക്കും ജീവിക്കാൻ അറിയാവുന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് ചില തകർച്ചകളൊക്കെ നമ്മൾ വരുത്തി തീർക്കണതാണ്. എനിക്ക് വേണ്ടത്, ഇത്രയും നാൾ ജനവുമായിട്ട് ജീവിച്ചില്ലേ, ഞാൻ ജനവുമായിട്ട് ജീവിക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. പല തകർച്ചകളും നമ്മൾ കത്തെഴുതി വരുത്തിക്കണതാണ്. ഫോൺ വിളിച്ചിട്ട് തകർച്ച ഫോൺ വിളിച്ചിട്ട് ആൾക്കാരെ വരുത്തും. പ്രശ്നം ഫോൺ വിളിച്ച് വരുത്തുന്ന പരിപാടിയുണ്ട് ചില ആൾക്കാർ. കാര്യം നിങ്ങളുടെ നിലപാടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ദൈവത്തെ മറന്ന് താനെന്തോ പ്രധാന കഥാപാത്രമാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്നെ എളിമയോടെ ജീവിക്കാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കണം.